ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള റൗണ്ട് നെക്കിൽ ഈ ഒരു ലേസ് എങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നതെന്നാണ്. അപ്പം നിങ്ങൾക്കറിയാം, ലേസ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലേസിനെ നമ്മളെങ്ങനെ ഈ ഒരു റൗണ്ടിലേക്ക് ഇങ്ങനെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് മെഷീനിൽ ചെയ്യാം, അതല്ലെങ്കിൽ കൈകൊണ്ട് ചെറിയ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മെഷീനിലാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സൂചി അതിൻ്റെ അകത്ത് കയറുന്നില്ല. കാരണം നല്ല കട്ടിയുള്ള സാധനമാണല്ലോ ഈ ലേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് സൂചി കയറുന്നില്ല. അപ്പോൾ ഞാൻ മെഷീനിൽ എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ലേസ് എടുത്തിട്ട് നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിടുക. ഞാനിപ്പോൾ ഒരു 5-ലാണ് ഇട്ടേക്കണത്. 5-ലിട്ടിട്ട് നമുക്കതിൻ്റെ അറ്റത്തൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് ഏറ്റവും എൻഡ് ഭാഗത്തോടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അതൊന്ന് പതുക്കെ ചുളുങ്ങിയ പോലെ വരും. അതായത് ചെറിയ ഫ്രില്ല് പോലെ വരില്ലേ, നമ്മൾ കൈകൊണ്ട് എത്ര ഫ്രില്ലിട്ട് പോലെ ചെയ്താലും ആ റൗണ്ട് നെക്കിൽ വരുമ്പോൾ അതങ്ങനെ ചുളുങ്ങി കൂടി ഇരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ വളരെ പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒരു വളവ് പോലെ വരുന്നത് കണ്ടോ, ഫ്രില്ല് പോലെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പതുക്കെ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലോണം ചുരുങ്ങി നല്ല രീതിയിൽ വരും. അപ്പോൾ നമുക്കത് നെക്കിൽ വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാനത് ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ക്വയർ നെക്കാണെങ്കിൽ ഇങ്ങനെ വെക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ, നേരെ അങ്ങ് പിടിപ്പിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളിത് വെക്കുന്നത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത നെക്കിലാണ് വെക്കുന്നത്. പുറമേ നിന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്കിൻ്റെ എൻഡ് ഭാഗത്ത് കൂടി നമ്മുടെ ലേസിൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ കണ്ടോ, നന്നായിട്ടത് വളഞ്ഞു വരുന്നത് കണ്ടോ. ആദ്യമൊന്നും അങ്ങനെ വളഞ്ഞു വരില്ലായിരുന്നു, ഇപ്പം നല്ല കറക്റ്റായിട്ട് വളഞ്ഞു വരുന്നുണ്ട്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വീതി കൂടിയ ടൈപ്പ് ലേസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചാലാണ് അതവിടെ ഫിക്സായിട്ട് ഇരിക്കുകയുള്ളൂ. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഇത് വീതി കൂടിയതായതുകൊണ്ട് ഞാനൊന്നും കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ചെറിയ ലേസ് ആണെങ്കിൽ നിങ്ങൾ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരുന്നുള്ളൂ. നമുക്കിതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നെക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ധാരാളം ഇതുപോലെ നെക്കിൻ്റെ ഡിസൈനുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ പ്ലേലിസ്റ്റിൽ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.